ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനു മുന്നേ ഞാൻ ഇഹാ ഡിസൈൻസിൽ നിന്നുണ്ടായ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് എനിക്ക് അവിടെ നിന്നുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പ്രോഡക്റ്റ്സ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ചെറിയ പോരായ്മകളുണ്ടെങ്കിലും അതിന് ഇതുവരെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഹക്കോബയുടെ 2 പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇത് രണ്ടും വളരെ മോശം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ 1100 രൂപ കൊടുത്ത് വാങ്ങിച്ച ഡ്രസ്സാണിത്. അതൊരു 2 വാഷൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഡ്രസ്സ് ശരിക്കും കറക്റ്റ് 2 വാഷേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കളർ ഇങ്ങനെയാണ്. ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് ഓരോ ഡ്രസ്സ് ഇട്ട് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴാണല്ലോ, പിന്നെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ഡ്രസ്സൊക്കെ പിന്നീട് ഇടുന്നത്. ഹക്കോബയുടെയൊക്കെ ആയതുകൊണ്ട് ഇത് അയൺ ചെയ്യണമല്ലോ വാഷ് ചെയ്തതിന് ശേഷം. അപ്പോൾ അതിൻ്റെ മടി കൊണ്ടൊക്കെ ഈ ഡ്രസ്സൊക്കെ വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം മാക്സിമം ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഇത് കണ്ട് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ടിരിക്കുന്നത്. വാഷ് ചെയ്തപ്പോൾ പോയ കളറാണിത്. ഇതുപോലെ തന്നെ ഹക്കോബയുടെ വേറൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ വാഷ് ചെയ്തപ്പോൾ കളറ് പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3ാമത്തെ വാഷാണ്. കാര്യം ഇത് ഷാളിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. അത് ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അത് ഈ കഴിഞ്ഞ ദിവസം വാഷ് ചെയ്തപ്പോഴത്തേനും അതിൽ നിന്ന് ഇളകിയ കളറാണ് ഇത്. അപ്പോൾ ഈ ഒരു കളർ ഇളകുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ യൂട്യൂബിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഏകദേശം ഒരു 50,000 ആൾക്കാർ കണ്ടതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഇഹാ ഡിസൈൻസിൽ നിന്ന് കുറേ കോൾസ് വരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കോൾ വരുന്നു, ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു. അപ്പോൾ ആളുടെ അടുത്ത് സംസാരിച്ചു. ഞാനും വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. ഇങ്ങോട്ട് വിളിച്ച ആളും വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അവർക്കൊരു സൊല്യൂഷനും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക. ഞാൻ അവരുടെ അടുത്ത് നിന്ന് റീഫണ്ട് ചോദിച്ചോ ഞാൻ അവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്തൊരു വീഡിയോ അല്ല. നമുക്കുണ്ടായ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് നെഗറ്റീവ് എക്സ്പീരിയൻസും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അവരിതുവരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തത് മേ ബി കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. സെയിൽസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, മാം വീഡിയോ ഡിലീറ്റ് ചെയ്യണം, കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു ഓക്കെ. അതിനുശേഷം കുറേ പ്രാവശ്യം വിളിച്ചു, സംസാരിച്ചു വെച്ചു. വൈകുന്നേരം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനിട്ട വീഡിയോ ബ്ലോക്ക് ചെയ്തേക്കാണ്. അവരുടെ ഏതോ മീഡിയ പാർട്ട്ണർ ആവാം മേ ബി. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. വീഡിയോ ബ്ലോക്ക് ചെയ്യാനായിട്ട് മാത്രം അവർ കോപ്പിറൈറ്റ് അടിച്ചിട്ടാണ് വീഡിയോ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. റീഫണ്ട് ചെയ്ത് തരാമെന്ന് എന്നെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞതിന് ശേഷം. അതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല. അവരുടെ പ്രോഡക്റ്റ് പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചപ്പോൾ അതെൻ്റെ ചുരിദാർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ആകെ ആ വീഡിയോയിലുണ്ടായിരുന്നത് ബാത്റൂമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബക്കറ്റാണ്. ഇനിയിപ്പോൾ ബക്കറ്റും ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണോ അവരുടേതെന്ന് അറിയത്തില്ല കോപ്പിറൈറ്റ് അടിക്കാനായിട്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും റീഫണ്ടിന് വേണ്ടിയിട്ട് ഇട്ടൊരു വീഡിയോ അല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്തത്. നമ്മളാണല്ലോ ഈ ഇവരുടെ പേജ് ഫോളോ ചെയ്ത് ഇവരിടുന്ന വീഡിയോസൊക്കെ കണ്ട് അവരിടുന്ന കോഡ് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ആ പ്രോഡക്റ്റ് പ്രീ ബുക്കിംഗ് ചെയ്ത് അല്ലെങ്കിൽ മുൻകൂട്ടി ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും അവരുടെ പേജിൽ അവൈലബിൾ അല്ല. 250 ഗ്രാം അല്ലെ 1/2 കിലോ താഴെ വെയിറ്റ് വരുന്ന ഈ പ്രോഡക്റ്റിന് 100 രൂപ DTDCയുടെ കൊറിയർ ചാർജും കൊടുത്ത് നമ്മുടെ നെറ്റും കളഞ്ഞ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഒന്നും വേണ്ട, അവർ വിളിച്ച് മാന്യമായിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടായി, അവരാണ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തത്. ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല. അപ്പം അവരിങ്ങോട്ട് പറഞ്ഞതിന് ശേഷം അവർ ആ വീഡിയോ ബ്ലോക്ക് ചെയ്ത് അവർ ഇത്ര ഓവർ സ്മാർട്ട് ആവേണ്ട കാര്യമാണ്. അവർ കോൺടാക്ട് ചെയ്ത സമയത്ത് വളരെ മാന്യമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല പ്രോഡക്ട്സും കിട്ടിയിട്ടുണ്ട്, മോശം പ്രോഡക്റ്റും കിട്ടിയിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരിത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അവർ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിലല്ല. കസ്റ്റമേഴ്സ് ആരും നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയരുതെന്നുള്ള തോന്നലാണെങ്കിൽ അവർ അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് അയച്ചു തരണം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിനകത്ത് പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കാം, നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ടായിരിക്കാം. എനിക്കും അങ്ങനെ തന്നെയാണ്. കിട്ടിയ എല്ലാ പ്രോഡക്ട്സും മോശം എന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. നല്ലതും ഉണ്ട്, മോശം പ്രോഡക്റ്റും ഉണ്ട്. അത് വിളിച്ച ആളുടെ അടുത്തും വളരെ മാന്യമായിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്ന ഡ്രസ്സസ് ഫുള്ള് ഞാൻ അവർ ത്രൂ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ഡിലേ ആയിട്ട് കിട്ടിയ പ്രോഡക്ട്സ് ഉണ്ട്, മിററൊക്കെ പൊളിഞ്ഞ് വന്നിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇതുവരെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല.